ഹായ് ഹലോ, വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ തിളങ്ങുന്ന ചുരിദാർ? മാന ഡ്രസ് അടിച്ചു മാറ്റിയതാണ് ഗൈസ്, അപ്പൊ കുറച്ചൊക്കെ ഭംഗിയുണ്ട്. നമുക്ക് നേരെ പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ തേച്ച് തുടങ്ങാം. സൺസ്ക്രീം അല്ല സൺസ്ക്രീൻ, എനിക്ക് എപ്പോഴും പറയുമ്പോൾ മാറി പോണ സാധനം കേട്ടോ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പുലിക്ക് വരയിടണ മാതിരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൂരത്തിന് വന്ന ആൾക്കാരെ മാറി ഇതൊക്കെ ഇവിടെ ജോയിന്റ് ആക്കി കൊടുക്കാം. നിന്റെ മുഖം കാണാൻ വല്ല പൊരിക്കാടി ഉണ്ടാക്കാൻ വെച്ച എണ്ണയിൽ മുഖ്യമാരില്ല. ഇനി ഈ എണ്ണ കടന്ന് നിന്റെ മുഖത്ത് കടന്നിട്ട് വറ്റട്ടെ ഗൈസ്. അത് നമുക്ക് വീശി കൊടുക്കാം. ആദ്യം വീശിയത് സിൻസിയർ ആയിട്ടാണെങ്കിൽ പിന്നെ വീശിയത് വേറെ ഷോക്കാട്ടോ. അതും ക്യാമറ കാണുമ്പോൾ മാത്രം നമ്മുടെ വജ്രായുധമായ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടവർക്കൊക്കെ അറിയാം ഈ ഒരു സാധനം ഇല്ലാണ്ട് ഇതിന്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ആവൂല. മെയിൻ ആവാൻ വേണ്ടിട്ട് കുറച്ച് തോന പൗഡർ ഇട്ട് നോക്കിയതാണ്, ബട്ട് കട്ട പിടിച്ചോന്നൊരു ഡൗട്ട് ഗൈസ്. പിന്നെ മനസ്സിലായി അത് ഡൗട്ട് അല്ല, ശരിക്കും കട്ട പിടിച്ചു. ഞാൻ എത്ര തോത്തിയിട്ടും ആ പൗഡർ അങ്ങോട്ട് പോണില്ല. തോത്തി ലാസ്റ്റ് സൺസ്ക്രീം അടക്കം പറഞ്ഞു പോരാനായി എന്ന് മനസ്സിലായി. പിന്നെ ഒന്നും നോക്കിയില്ല, അനിയന്റെ ഷർട്ട് ഇട്ടാണ് ഞാൻ മുഖം ഒന്ന് തോത്തി ഗൈസ്. അപ്പൊ വേണ്ട പൗഡർ ഒക്കെ പോയി ഗൈസ്. അതിനുശേഷം നമ്മൾ ലിബാം ഇട്ട് കൊടുത്തു. ഈ ലിബാമാണ് ഞാൻ കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ലിബാമിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ണ് എഴുതി കൊടുത്തു. എന്താണെന്ന് അറിയില്ല, ഞാൻ ഇന്നൊക്കെ തല തിരിഞ്ഞാണ് കാട്ടുന്നത്. മറ്റേത് ഞാൻ ലിബാം ഇട്ട ഉടനെ ഞാൻ ലിപ്സ്റ്റിക് ആണ് ഇടല്, ബട്ട് ഇപ്രാവശ്യം ഞാൻ ലിബാം ഇട്ട ഉടനെ കണ്ണാണ് കൈസ് എഴുതി കൊടുക്കുന്നത്. ആ കണ്ണ് എഴുതണ കണ്ട വലിയ ബ്യൂട്ടീഷ്യന്മാര് കണ്ണ് എഴുതണമാരൊക്കെ തോന്നും, ബട്ട് എനിക്ക് കണ്ണ് എഴുതാൻ അറിയില്ല എന്നാണ് അതിന്റെ യഥാർത്ഥ സത്യം. എന്റെ എക്സ്പ്രഷൻ കണ്ട ഞാൻ വലിയ എന്തോ സംഭവം നേടിയ മാതിരി ഉണ്ട് കേട്ടോ. ഇന്ന അറിയണവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, എനിക്ക് കണ്ണ് എഴുതാൻ അറിയില്ല. അതിനുശേഷം ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ പിരികം ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. ഈ പിരിക എഴുതി കൊടുക്കണ പരിപാടിയൊന്നും എനിക്കില്ല. പിന്നെ വീഡിയോ എടുക്കല്ലേ, ഒന്ന് ആഡംബരം ഇക്കോട്ട് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ കാട്ടുകയാണ്. എന്നിട്ട് നമ്മള് പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു. ഞാൻ മുഖത്ത് പിന്നെ എന്തിട്ടാലും ഏറ്റവും റിലാക്സ് ആയി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പിരിക. ബട്ട് ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇടുന്ന ടൈമിൽ എന്റെ വായ വല്ല അണ്ണാൻ തുറന്ന ചാരി തുറക്കും. ബട്ട് ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ബട്ട് കാണുന്നവർക്ക് എനിക്ക് വല്ല പ്രശ്നം ഉണ്ട് തോന്നിട്ടോ. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ഈ ലിപ്സ്റ്റിക് ഇടുന്ന പരിപാടി മാത്രമാണ് ഗൈസ്, ഒന്നും കൊളാവാതിന്റെ റെഡി ആവല്. കാരണം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണ് ലിപ്സ്റ്റിക് ഗൈസ്. കാരണം മുഖത്ത് ഞാൻ എന്തിട്ടില്ലെങ്കിൽ ഈ ലിപ്സ്റ്റിക് ഇടും. ആൻഡ് ഇൻ ദ ലിപ്സ്റ്റിക് ഗീവ് മീ സം കോൺഫിഡൻസ് ഗൈസ്. അതിനുശേഷം ഞാൻ മുടി ഒന്ന് സെറ്റ് ആക്കി കൊടുത്തു. ജസ്റ്റ് പോണിറ്റൈൽ കെട്ടിയിട്ട് കേബിൾ വയർ രണ്ടും മുമ്പ് കിട്ടും. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് രതീഷ് കേബിൾ വയർ രണ്ടും നിർത്താന്ന് വെച്ചു. കേബിൾ വയർ അങ്ങനെ ഇങ്ങനെ നീരില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ആക്കാം. ഞാൻ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക് എനിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാന്ന്. ഇതുപോലെ എത്ര പ്രസരം എടുത്തിട്ടാണെങ്കിൽ ഈ സാധനം കൊണ്ട് വെറുതെ നിർത്തി കൊടുത്തില്ലേ എനിക്കൊരു സുഖമില്ല ഗൈസ്. ചുമ്മാ ഇതൊക്കെ ഒരു രസം. എന്താന്നറിയില്ല ഗൈസിന്റെ ബായും കൊണ്ട് തുണി സൈഡാക്കിയപ്പോ എന്താന്നറിയില്ല എനിക്കൊരു പ്രത്യേക ഭംഗി. ഇന്നെ പൊക്കാൻ പിന്നെ വേറെ പഞ്ചായത്തിൽ ആളൊന്നും കൊണ്ടിട്ട് ഗൈസ്, ഞാൻ തന്നെ എന്നെ തന്നെ പൊക്കിക്കോളും. ഇതൊക്കെയല്ലേ അതിന്റെ ഒരു ഇത്. നീ എനിക്ക് പിരാന്താണ് വിചാരിച്ചോണ്ട് നിങ്ങൾ ആരും അങ്ങനെ വിചാരിച്ചില്ല എന്നറിയാം, എന്നാലും ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് ഉമ്മാന്റെ വാച്ച് ഇടാൻ ഗൈസ്. ഇമ്മാന്റെ വാച്ച് ആണെങ്കിൽ കടം മേടിച്ച് ഇട്ടിട്ടിട്ട് ലാസ്റ്റ് എനിക്ക് ഇതിനോട് ഒരു പ്രേമമായി ഗൈസ്. പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒടുക്കത്തെ പ്രേമം. അതുകൊണ്ട് ഉമ്മാന്റെ ഒടുക്കത്തെ ചീത്തയും കേൾക്കുന്നുണ്ട്. പിന്നെ ഈ മോതിരം ഗൈസ്, ഇതാരും മൈൻഡ് ആക്കണ്ട സംഭവം. ഞാൻ ഈ ഇടുന്ന ഡ്രസ്സൊക്കെ ഇത് മാച്ചോന്ന് എന്തോ നിന്റെ മനസ്സ് പറഞ്ഞോണ്ട് ഇട്ടോക്കിയതാണ്. ബട്ട് പിന്നെ 5ന്റെ പൈസക്ക് ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ഊരിട്ടു. അത് വലിയ മാച്ചിന്റെ ഇരാച്ചാണ് ഷോ കാട്ടണം. അതിനുശേഷം ഈ കോസ്റ്റ്യൂമിന്റെ ഷാൾ ഇട്ട് കൊടുത്തു. ആ മോതിരാണെങ്കിൽ എന്റെ കൈമ കടന്നിട്ട് വല്ല കടന്നിലും കുത്തിയിരിക്കും തോന്നുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം ഞാൻ വീഡിയോ എടുത്തു പോയില്ല. ഞാൻ മോതിരം ഊരി വെച്ചിട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.